ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KTM എന്ന ബ്രാൻഡിൻ്റെ ഡ്യൂക്ക് 200 എന്ന് പറയുന്ന ഒരു മോഡലായിട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി ഒരു കുറഞ്ഞ കിലോമീറ്റർ ഓടിയ അതുപോലെ നല്ലൊരു ക്വാളിറ്റിയിലെ ഡ്യൂക്ക് 200 ഒക്കെ തപ്പി നടക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വാഹനമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് വണ്ടിയുടെ വിശേഷത്തിലോട്ടാണ് പോയാലോ. അപ്പോൾ വണ്ടിയുടെ വിശേഷത്തിലോട്ട് വരുമ്പോൾ വണ്ടി 2023 മോഡലാണ്. വണ്ടി ഓടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എടുത്തേക്ക് വന്നാൽ ഓടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 കിലോമീറ്ററാണ് കേട്ടോ വണ്ടി ഓടിയിട്ടുള്ളത്. 12 കറക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 12,449 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. മേജർ ആക്സിഡൻറ്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല. അതുപോലെ തന്നെ 5 ഇയർ ഇൻഷുറൻസ് വരുന്ന വാഹനമാണ്. ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വണ്ടി ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ സർവീസ് പോലും ചെയ്തിട്ടില്ല, വന്ന കണ്ടീഷനിൽ വീഡിയോ എടുക്കുക എന്നുള്ളൂ. അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയാവും. പക്ഷേ അതൊന്നും ചെയ്യാതെ തന്നെയുള്ള ക്വാളിറ്റിയാണ് നമ്മൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ സർവീസും കാര്യങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നേ തന്നെ എത്രയും ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ രീതിയിലുള്ള വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാവുമെന്ന് തെളിയിക്കാനും പാടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. മേജറായിട്ടുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. ഈ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും വണ്ടി മറിഞ്ഞിട്ടോ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ബോഡി ഭാഗങ്ങളിൽ പൊട്ടോ കാര്യങ്ങളൊന്നുമില്ല. ആകെ ഒന്ന് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൊണ്ട് എടുത്തു വന്നാൽ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച്, ഈ ഒരു ചെറിയൊരു സ്ക്രാച്ച് അല്ലാതെ വേറെ ഒന്നും ഈ വാഹനത്തിന് എടുത്ത് പറയാനില്ല. കുറേയൊക്കെ നമ്മൾ പോളിഷ് ചെയ്താൽ പോവാവുന്ന സ്ക്രാച്ചുള്ളൂ. ഈ ടാങ്കിന്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാകുമ്പോൾ ചെറിയ പരിക്കുകൾ വരാറുണ്ട്. ഇതൊക്കെ കുറച്ച് പോളിഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പാടെ വൃത്തിയും കാര്യങ്ങളൊക്കെ ആവട്ടോ. അതുള്ളൂ ഇപ്പോൾ ഒരു സ്ക്രാച്ച് എന്ന് പറയാനുള്ളത്. വേറെ ഇനി മുൻവശത്തോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വേറെ ബോഡി ഭാഗങ്ങളോ പൊട്ടോ ഹെഡ്ലൈറ്റിലോ കാര്യങ്ങൾക്കൊന്നും പരിക്കോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു 50-60% ടയറും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ ബാക്കിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 70% ടയറും കാര്യങ്ങളൊക്കെ ബാക്കിലും ഉണ്ട്. എല്ലാ ഫിറ്റിങ്സും സ്റ്റോക്ക് കണ്ടീഷനിലാണ്. സാധാരണ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കത്തെ സാധനമൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടും ഒക്കെ ആയിരിക്കും കൊണ്ടു കിടക്കാറ് സാധാരണ. പക്ഷേ ഇത് സ്റ്റോക്ക് കണ്ടീഷനിൽ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2023 ആയതുകൊണ്ട് തന്നെ BS6 എഞ്ചിനാണ് വരുന്നത് കേട്ടോ. അതും എടുത്ത് പറയാം. ഡുവൽ ചാനൽ ABS കാര്യങ്ങളും വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. പിന്നെ അതൊക്കെ അറിയുന്നതാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ ഇനി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,89,000 രൂപയാണ്. വെറും 12,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ് കേട്ടോ. 12,000 കിലോമീറ്റർ ഓടിയ വാഹനം എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റിൽ കിട്ടൽ സാധാരണ കുറവാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ. 1,89,000 രൂപക്കാണ് നമ്മൾ നിങ്ങൾക്കിത് കൊടുക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഫോട്ടോസോ ഇനി എന്തെങ്കിലുമൊക്കെ വേറെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ വിളിക്കാൻ ശ്രമിക്കുക, മാക്സിമം വിളിക്കാൻ ശ്രമിക്കുക. നമ്മളെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. മെസ്സേജ് ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്ത് തീരാൻ കഴിയുന്നില്ല, അത്രത്തോളം മെസ്സേജും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം വിളിക്കാൻ ശ്രമിക്കാം. ഇനിയിപ്പോൾ ഗൾഫിലുള്ളവരൊക്കെയാണ്, പുറത്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് കോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ BOTM ഉണ്ട്, അതുപോലെ തന്നെ IMO ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി പുറത്തുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ ഇനി എങ്ങനെ മാർഗം എന്ന് ചിന്തിക്കേണ്ട. അതിനുള്ള എല്ലാ കാര്യങ്ങളും വിളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ വിളിച്ചപ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് വിളിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ വേറെ ഇവിടെ പുറത്തുനിന്ന് കോൾ വരുമ്പോൾ ഇവിടെ ഏതെങ്കിലും കോളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞേക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ റേറ്റ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യാം കേട്ടോ. നമ്മൾ തുടക്കമായതുകൊണ്ടില്ലേ കുറച്ച് കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കുറവുകൾ പറഞ്ഞതിലോ വീഡിയോയിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും ഇനി കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് രൂപത്തിലൊന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷമിക്കുക. അപ്പോൾ ചിലർ നമ്മളെ കമൻറ്റിൽ ചോദിക്കാറുണ്ട് നമ്മളെ ഷോപ്പ് എവിടെയാണെന്നുള്ളത്. മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ടിലാണ് കേട്ടോ നമ്മളെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വണ്ടി വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം കോൺടാക്ട് ചെയ്തോളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളും ഇതുപോലെ നല്ല നല്ല അടിപൊളി വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഇത്ര നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്.